രണ്ടാമത്തേലും ഇപ്പോൾ രാഷ്ട്രീയ വിവാദങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിൽക്കുകയാണ്. അത് ഈ മണ്ഡലത്തിലും സ്വാധീനമുണ്ടാക്കുമെന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് SDP-യുമായുള്ള ബന്ധം ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു. അങ്ങടക്കമുള്ളവർ SDP-യുടെ വോട്ട് വേണ്ടതില്ല എന്നൊരു തുറന്ന നിലപാട് ഇപ്പോഴും എടുത്തിട്ടില്ല. SDP പിന്തുണ സംഘടനാപരമായി വേണ്ട എന്ന നിലപാടാണ് UDF എടുത്തിരിക്കുന്നത്. അതാണ് UDFിൻ്റെ നയം. ആ നയത്തിൻ്റെ ഭാഗം തന്നെയാണല്ലോ ഞങ്ങളൊക്കെ തന്നെ. ഇപ്പോൾ SDP-യെ ഇപ്പോൾ പിന്തുണ എല്ലായിടത്തും കോൺഗ്രസ്സിന് പ്രഖ്യാപിച്ചു. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുൻകാലങ്ങളിൽ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും SDP-ഐ LDFിൻ്റെ കൂടെയാണ് മഹാഭൂരിപക്ഷ നിയോജകമണ്ഡലങ്ങൾ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ നേമത്ത് തന്നെ. നേമത്ത് മുരളീധരന് വോട്ട് ചെയ്താൽ കുമ്മനം ജയിക്കുമെന്നുള്ള ഒരു ആശങ്ക ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയത് SDP-ഐ. മാത്രമല്ല, എലക്ഷൻ കഴിഞ്ഞ് റിസൾട്ടിനിടയിലുള്ള ഒരു മാസക്കാലത്ത് അവർ പരസ്യമായിട്ട് പറഞ്ഞു ഞങ്ങളിവിടെ ശിവൻകുട്ടിക്കാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. കാരണം സാധാരണ രീതിയിൽ ആരും പറയില്ലല്ലോ, റിസൾട്ട് വന്നിട്ടല്ലേ പറയുള്ളൂ. റിസൾട്ട് വന്നാലേ ഒരു അവകാശവാദം ഉന്നയിക്കും. പക്ഷേ SDP-ഐ ആദ്യം തന്നെ പറഞ്ഞു ഞങ്ങൾ സഹായിച്ചിട്ടുള്ളത് ശിവൻകുട്ടീനെയാണ്, അതുകൊണ്ട് തന്നെ ശിവൻകുട്ടി ജയിക്കും. അതുപോലെ തന്നെ സംഭവിച്ചു. ഇപ്പോൾ ന്യൂനപക്ഷ ബെൽറ്റിലൊക്കെ കേഡർ വോട്ടാണ്. അപ്പോൾ ഇത്തവണ എല്ലാവർക്കും ഒരു മോഡി ഭയം ഉള്ളതുകൊണ്ട് പല സംഘടനകളും UDFിന് പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പോൾ ആ പിന്തുണയുടെ കാര്യത്തിൽ നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചർച്ചയ്ക്ക് പോകേണ്ട കാര്യമില്ല. അതിൽ സംശയമില്ല. അന്ന് അഷ്റഫ് മൗലവി പ്രഖ്യാപിച്ച് 72 മണിക്കൂർ വേണ്ടി വന്നു UDFിന് ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ. വൈകിയിരുന്നോ UDFിൻ്റെ തീരുമാനം? ഇല്ല, UDF എല്ലാ വശങ്ങളും പരിശോധിച്ചതിന് ശേഷമല്ലേ. കാരണം UDFിൽ ഒരു കൂട്ടായ ചർച്ച നടത്തും. LDFിൻ്റെ പോലെയല്ല. LDFിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്താണോ ഇഷ്ടം അതവരടിച്ചേൽപ്പിക്കുക. UDFിൽ അങ്ങനെയല്ല. ഞങ്ങൾ UDFിലെ ചെറിയ പാർട്ടികളുമായിട്ട് പോലും ഞങ്ങൾ കൂടിയാലോചിക്കാറുണ്ട്. ഈ സ്ഥാനാർത്ഥി എന്ന നിലയിൽ മുരളീധരന് SDP വോട്ട് വേണ്ടതില്ല എന്നൊരു പ്രസ്താവന നടത്താനുള്ള ധൈര്യമുണ്ട്. ഞാൻ അങ്ങനെയല്ല. ഞാൻ ഒരു വോട്ടും വേണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം തൃശ്ശൂരെ വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാ വോട്ടുകളും ലഭിക്കണം എന്നാണല്ലോ ഞാൻ ആഗ്രഹിക്കുക. ഞാൻ പറയാം, സുനിൽകുമാർ നാളെ എനിക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ ആ വോട്ട് എനിക്ക് വേണ്ടാന്ന് ഞാൻ പറയുമോ? ഇല്ലല്ലോ. പക്ഷേ സുനിൽകുമാറും SDP-യിലെ ഒരു പ്രഖ്യാപിത വോട്ടും തമ്മിൽ വ്യത്യാസമില്ലേ? അല്ല, അത് വ്യത്യാസമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു SDP-യുള്ള നയം പാർട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ സംഘടനയെ പിന്തുണയ്ക്കുകയോ സംഘടനയുടെ ആശയങ്ങളെ പിന്തുണയ്ക്കുകയോ ചെയ്യില്ല. പക്ഷേ SDP-യിലെ ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് ഈ പറയുന്ന മുരളീധരനെ വോട്ട് രേഖപ്പെടുത്തുന്ന വെച്ചാൽ അത് വേണ്ടെന്ന് വെക്കുകയുമില്ല. തൃശ്ശൂർ ലോകസഭയിലെ വോട്ടർ പട്ടികയിലുള്ള ആര് വോട്ട് തന്നാലും നോ എന്ന് പറയില്ല. പക്ഷേ എൻ്റെ പാർട്ടിയുടെ നയം ഞാൻ നടപ്പാക്കാൻ ബാധ്യസ്ഥൻ. അതായത് ഭൂരിപക്ഷ വർഗീയതയെ പോലെ തന്നെ അപകടമാണ് ന്യൂനപക്ഷ വർഗീയത കൊണ്ട് ഭൂരിപക്ഷ വർഗീയതയെ നേരിടുന്നത് ശരിയല്ല. വയനാട് രാഹുൽ ഗാന്ധി വരുമ്പോൾ അവിടെ പച്ചക്കൊടി കാണിച്ചില്ല എന്നത് CPM വലിയ പ്രചരണ വിഷയമാക്കി മാറ്റുന്നു. അതിൽ പ്രതിപക്ഷം പറയുന്നത് BJP-യുടെ ശബ്ദമാണ് നമ്മളുടെ മുഖ്യമന്ത്രിക്ക് എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു സൂക്ഷ്മ പരിശോധന നടത്തിയാൽ അവിടെ ഈ കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ പതാക ഉയർത്താൻ കഴിയാതെ പോയ ഒരു സാഹചര്യം അത് ദൗർഭാഗ്യകരമല്ല. ഞാൻ പറയാം, മലബാറിലൊരു കൾച്ചറുണ്ട്. കഴിഞ്ഞ വർഷം അത് വയനാട്ടിൽ കോൺഗ്രസിൻ്റെ പതാകയും ലീഗിൻ്റെ പതാകയ്ക്കുണ്ട്. സാധാരണ രീതിയിൽ ഈ ഏറ്റവും അധികം, അതായത് UDFിലെ രണ്ടാമത്തെ ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. അവരും കൂടെ ശക്തമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ഥാനാർത്ഥിയുടെ പ്രചരണ വാഹനത്തിൽ, നിങ്ങളത് എല്ലാ പാർട്ടിയിലും ശ്രദ്ധിച്ചോളൂ, ഒരു സ്ഥാനാർത്ഥിയുടെ പ്രചരണ വാഹനത്തിൽ ഇപ്പോൾ ഒരു പാർട്ടിയുടെ കൊടിയാണെങ്കിൽ ഘടകകക്ഷികൾക്ക് സ്വാഭാവികമായിട്ടും അവരുടെ കൊടിയില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ സാധാരണ ചിലർ എന്ത് ചെയ്യും, എല്ലാ ഫ്ലാഗും വയ്ക്കും. പക്ഷേ ഒരു വാഹനത്തിൽ അങ്ങനെ എല്ലാ ഫ്ലാഗും വെച്ച് പറത്തുന്നത് ഒരു അഭംഗിയാണ്. അതുകൊണ്ട് മലബാർ, ഞാനൊക്കെ ആദ്യം നിന്ന് അന്ന് മുതൽ വടകര വരെ വെള്ളക്കൊടിയിലാണ് പാർട്ടി ചിഹ്നം പതിച്ചുകൊണ്ട് പ്രചരണം നടത്തുക. വെള്ളക്കൊടി. ഞാൻ ഇപ്പോൾ തൃശ്ശൂർ വന്നപ്പോഴാണ് പാർട്ടി പതാകയിൽ. പക്ഷേ മലബാറിലെ എല്ലാ നിയോജകമണ്ഡലം, അതിപ്പോൾ ലീഗിൻ്റെ നിയോജകമണ്ഡലത്തിൽ അവരും വെള്ളക്കൊടിയിൽ കോണി അടയാളം വെച്ചിട്ടാണ് അവർ പ്രചരണം നടത്തുക. അപ്പോൾ ആ ഒരു ശൈലിയാണ് മലബാറിലുള്ളത്. പക്ഷെ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായിരുന്നു. അപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ വരുന്ന ഒരു ആവേശത്തിൽ പാർട്ടി പതാക, അപ്പോൾ സ്വാഭാവികമായിട്ടും ഘടകകക്ഷികളുടെ പതാകയും വന്നല്ലോ. അന്ന് BJP നടത്തിയ പ്രചരണം പാകിസ്ഥാൻ്റെ പതാക ഉപയോഗിച്ച് രാഹുൽ ഗാന്ധി പ്രചരണം നടത്തി. അതുകൊണ്ട് ഇത്തവണ UDF എടുത്തിട്ടുള്ള മൊത്തമായിട്ട് തീരുമാനം നമുക്ക് മലബാറിലെ ഒരു രീതി അനുസരിച്ച് തന്നെ വയനാട്ടിലും മതി. അതായത് BJP-യുടെ പ്രചരണ കെണിയിൽ വീഴേണ്ടതില്ലെന്ന് ആലോചിച്ചുറപ്പിച്ച തീരുമാനം. അതെ, അതുകൊണ്ടാണ് പാർട്ടി പതാക വേണ്ട, വെള്ളക്കൊടിയിൽ
ഇനി ഭാവിയിൽ വെള്ളക്കൊടിയിൽ പാർട്ടിയുടെ ചിഹ്നം പതിച്ചുകൊണ്ടാണ് പ്രചരണം നടത്തുന്നത്. അതായത് ലീഗിന്റെ കൊടി ഉയർന്നാൽ ഒരു പ്രചരണം BJP അഴിച്ചുവിടുമെന്നും ആ പ്രചരണം ഉത്തരേന്ത്യയിൽ സ്വാധീനമുണ്ടാക്കുമെന്നും കൃത്യമായിട്ട് അറിയാവുന്ന പാർട്ടി എടുത്ത ആലോചിച്ചുറപ്പിച്ച തീരുമാനം തന്നെ. അതെ, ഞങ്ങൾ ഇത്തവണ മൊത്തം തീരുമാനിച്ചത് ഈ പറഞ്ഞ പോലെ പാർട്ടി പതാകകളല്ല വേണ്ടത്, ആ പ്രചരണ കെണിയെ സൂക്ഷിക്കണം. കാരണം മതത്തിൻ്റെ പേരിൽ വർഗീയത ഉത്തരേന്ത്യയിൽ പരത്താൻ എന്ത് വൃത്തികേടും ചെയ്യാൻ മടിക്കാത്തവരാണ് BJPക്കാർ, RSS. അതുകൊണ്ട് തന്നെ ആ കെണിയിൽ നമ്മൾ വീഴേണ്ടതില്ല. അതുകൊണ്ട് തൽക്കാലം നമ്മൾ മലബാറിലെ മറ്റ് നിയോജകമണ്ഡലങ്ങൾ ചെയ്യുന്നത് പോലെ That's a very open statement. പ്രചരണ കെണിയിൽ വീഴേണ്ടതില്ലെന്ന രാഷ്ട്രീയ തീരുമാനമായിരുന്നു ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒരുമിച്ചുള്ള കൊടി ഉയർത്താതിരുന്നത്. പകരം മലപ്പുറത്തിന്റെ അതേ രാഷ്ട്രീയ രീതി പിന്തുടരുകയായിരുന്നു എന്നാണ് കെ മുരളീധരൻ പറയുന്നത്.